വെൽക്കം ബാക്ക് ടു ഷഹനാസ് ഇനാഫ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെരുന്നാൾ വിശേഷങ്ങളെ പറ്റിയുള്ളതാണ്. ചെറിയ പെരുന്നാളായതുകൊണ്ട് പതിവിലും വിപരീതമായി രാവിലെ തന്നെയൊക്കെ എണീറ്റു. അപ്പോൾ രാവിലത്തെ കടി പത്തിരി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. നോമ്പിനൊക്കെ എപ്പോഴും ഇറച്ചിയൊക്കെ ആയതുകൊണ്ട് പെരുന്നാളുടെ അന്ന് മുട്ടക്കറി ആക്കി. പെരുന്നാൾ നിസ്കാരം നേരത്തെ ആയതുകൊണ്ട് നേരത്തെ തന്നെ ചായയും കടിയൊക്കെ എല്ലാം സെറ്റാക്കിയിരുന്നു. അങ്ങനെ പിന്നെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും രാവിലെ തന്നെയൊക്കെ കുളിച്ചു. പിന്നെ വീടൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടു. ഇത്തവണത്തെ പെരുന്നാളിന് സാധാ വെറുംചോറും നല്ല നെയ്മീൻ കറിയും ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇത് അടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ശേഷം പിന്നെ ചോറിനുള്ള കലവും വെച്ചു. നെയ്മീൻ കിട്ടിയപ്പോൾ തന്നെ അതൊക്കെ കഴുകി വാരി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ശേഷം അതൊന്ന് പൊരിച്ച് ഷാളോ ഫ്രൈ ചെയ്തിട്ടാണ് കറിയൊക്കെ വെച്ചത്. പൊരിച്ച് മീനൊക്കെ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒലത്താൻ കുറച്ച് അച്ചിങ്ങ ഉള്ളതിനാൽ ഒരു 2 ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് അതങ്ങോട്ട് ഒലത്തി. പിന്നെ പപ്പടവും കാച്ചി. പെരുന്നാളിന് സ്പെഷ്യലൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ളതാണ് ഇത്. നല്ല നാടൻ ഉണ്ണിയപ്പം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ എണീപ്പിച്ച് അവരുടെ പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ഇതാണ് കുട്ടികളുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പെരുമ്പാവൂരിൽ നിന്നാണ് മേടിച്ചത്. കിട്ടിയപ്പോൾ രണ്ടു പേർക്കും ഒരേ കളറുള്ളത് കിട്ടി. മാഷാ അല്ലാ. പെരുന്നാൾക്കൂടെ ഇട്ടതിൻ്റെ സന്തോഷത്തിൽ രണ്ടുപേരും തുള്ളി കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഉച്ചക്കത്തെ ഊണും എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയി. ഇതാണ് നാത്തൂൻ്റെ വീട്. ഇവിടെ ഇഷ്ടംപോലെ പല വെറൈറ്റി ചെടികളും പൂക്കളും എല്ലാം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കളമശ്ശേരിയിലുള്ള സയൻസ് പാർക്കിൽ പോയി. പോകുന്ന വഴിക്ക് മിസ്റ്റർ ഐസിന്ന് നല്ല അടിപൊളി ഐസ് കഴിച്ച് ഞങ്ങൾ. പല ഫ്ലേവറിലുള്ള ഐസ് ഉണ്ട് അവിടെ, ഐസ് ക്യാൻഡി. ഞങ്ങൾ മേടിച്ചത് മറ്റേ കോക്കനട്ടിൻ്റെയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. ഇളനീരിൻ്റെ ഐസ് കഴിക്കാത്തവർ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. കിടുക്കാച്ച് ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ 4:30 ഇപ്പോൾ കളമശ്ശേരിയിലെ ചിൽഡ്രൻ സയൻസ് പാർക്കിലെത്തി. 4 മണി മുതൽ 8:30 വരെയാണ് ഇവിടുത്തെ സമയം. പിന്നെ എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. പിന്നെ കുട്ടികൾ നേരെ ഓടിപ്പോയായിരുന്നു എല്ലാത്തിലും കയറി ഇറങ്ങാൻ. പാർക്കിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ ചെന്നാനുകൊണ്ട് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കിൽ. സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും നല്ലൊരു പാർക്ക് വേറെ എവിടെയും ഉണ്ടാവില്ല. പല തരത്തിലും ഹൈറ്റിലുമുള്ള സ്ലൈഡിങ്ങുകളും ഊഞ്ഞാലുകളും പിന്നെ ബോട്ടിങ്ങും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ മുതിർന്നവർക്ക് ഇരിക്കാനായി പല സ്ഥലങ്ങളിൽ ചെയറുകളും ഇട്ടിട്ടുണ്ട്. കറക്റ്റ് 7 മണിക്ക് വാട്ടർ ഡാൻസ് തുടങ്ങും.
നല്ല ഹിറ്റ് സോങ്ങുകൾ കിട്ടുക. ആ വാട്ടർ ഡാൻസ് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കണ്ടോ, രാത്രി ആയപ്പോഴത്തേക്കും നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു പാർക്കിൽ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും ഇതേ നേരമൊക്കെ ഇരുട്ടി. ഫ്രണ്ടിൽ തന്നെ കുതിര സവാരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, ബായ്.